ഞാനാണ് സംവിധാനം നിങ്ങളുടെ മനസ്സിലെ ഭരതനും ഐശ്വര്യൊക്കെ കടന്നു വരുന്നുണ്ടാവും. പക്ഷേ ഇവിടുത്തെ സംവിധാനം എന്ന് പറഞ്ഞാൽ സുരേഷ് സാറെ വിളിച്ചുകൊണ്ട് ഇരിക്കുന്നു. എനിക്ക് രമേശ് സാർ വിളിച്ചുകൊണ്ട് വരുമ്പോൾ സുരേഷ് സാർ വിളിക്കുന്നുണ്ടാവും. രമേശ് സാർ വിളിച്ചുകൊണ്ട് വരുമ്പോൾ സുരേഷ് സാർ വിളിക്കുന്നുണ്ടാവും. ഈ രണ്ട് സാറന്മാരെ കൊണ്ട് വരുമ്പോൾ സാറ കേശരിക്കാൻ വിളിക്കുന്നുണ്ടാവും. അപ്പൊ ഈ 3 പേരെയും ഒന്നിച്ച് കൊണ്ടുവരുമ്പോൾ എന്നെ വിളിക്കും. സെക്ഷനിൽ ബ്രേക്ക്ഡൗൺ ചെയ്യുകയാണ് സഭയാണ് ഞാൻ. അപ്പം ഇങ്ങനെയാണ് ഈ സംവിധാനം പോകുന്നത്. എല്ലാവരുടെയും അനുഗ്രഹമാണ്. ആദ്യത്തെ സംവിധാനമാണ് മന്ത്രി സംവിധാനം രക്ഷിക്കണേ. സാറേ സുഖേ വാ 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 വാ. ഇത് ക്ലാസ് തയ്യാറാണ്. അടുത്തത് നമ്മൾ തട്ടിൽ കയറാൻ പോകുന്നതാണ്. നമ്മളൊന്ന് നോക്കി കളിക്കണേ. പ്രഭാകരൻ സാർ ഇപ്പോഴേ റെഡിയായോ? കുഴപ്പമില്ല. ഇതിന്റെ പൂർണ്ണരൂപം ഉച്ചയ്ക്ക് ശേഷം സ്റ്റേജിൽ ഇറങ്ങിയതെന്നാണ്. മകളി തമ്പുരാനെ എങ്ങനെയുണ്ട് നമ്മുടെ ഡാൻസ്? ഓക്കെ. അപ്പൊ നിങ്ങൾ പോയോ? നമ്മുടെ അടുത്ത വിളിക്കാം. അടുത്തതായിട്ട് നമ്മുടെ സെക്ഷന്റെ മുൻവശത്തെ 2 സുന്ദരികൾ അവതരിപ്പിക്കുന്ന ഒരു സോങ്ങാണ്. നോക്കാം എങ്ങനെയുണ്ട്. ഒറിജിനൽ പരിപാടിക്ക് എത്ര സമയം എടുക്കും?
കുറച്ച് കൂടുതൽ സുന്ദരികൾ അവതരിപ്പിക്കുന്ന ഒരു ഡാൻസാണ്. അതെ മഞ്ജു സിന്ധു അല്ല സാറേ രമേശ് സാറേ പാട്ടില് ഡാൻസിന്റെ പാട്ടൊക്കെ സെറ്റ് ചെയ്യുക അതിലല്ലേ വെറുതെ ആണോ ഉച്ചക്ക് ബിരിയാണി പാട്ടുള്ളത്? സൗണ്ടിൽ ചെറിയൊരു കുഴപ്പമുണ്ട്. ഓക്കെ, അടുത്തതായി ഒരു സോങ്ങാണ്. സോങ് പാടുന്ന സരിത ലക്ഷ്മി കാണുന്നില്ലല്ലോ. എവിടെ സരിത ലക്ഷ്മി? അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഒരു ട്രയൽ ഭയപ്പെടുകയും ഒറിജിനൽ സ്റ്റേജിൽ സരിതേനെയും ലക്ഷ്മിയെയും വിളിച്ചാൽ പിന്നെ നിങ്ങൾ എവിടെ നോക്കിയിരിക്കുക? പേര് വിളിച്ചാൽ അറിയില്ല. ആ പറയൂ. ശരി ശരി ശരി. പ്രഭാകരൻ സാറ് പ്രശ്നമായോ? മാവേലി വിളിക്കുമോ?
പ്രഭാകരൻ സാറേ, ചായ എടുക്കും. പ്രഭാകരൻ സാറേ, പ്രഭാകരൻ സാറേ, സാറേ ആ കുട താഴത്ത് ചായ കുടിക്കും. സാറേ, സാറേ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. കാര്യം പറഞ്ഞാൽ സാറി സെക്ഷൻ എയും ഞാനും എടുത്ത സംഭവമാണ്. പക്ഷെ ഇവിടെ ഞാൻ സംവിധായകനാണ്. കുട താഴെ വെച്ചു. സാറേ സംവിധായകനാണ് പറയുന്നത്. സോറി എടാ വിളിച്ചു. സാറേ ഞാൻ നിന്റെ സാറല്ല. പ്രിയ കലാസ്നേഹികളെ, നമ്മുടെ പ്രഭാകരൻ സാറ്, മാവേലി കിട്ടിയ പ്രഭാകരൻ സാറ് ചെറിയൊരു എന്താ കുഴപ്പം മനസ്സിലാകുന്നില്ല. അപ്പം നമ്മുടെ ഈ പരിശീലന കളരി ഇവിടെ നിർത്തേണ്ട ഒരു സ്ഥിതിയാണ്. ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇത് ഷോക്ക് കൊടുക്കേണ്ട അത്രയുമല്ല, ചെറിയ പ്രശ്നമാണ്. ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? അതായത് ഈ മനഃശാസ്ത്രമൊക്കെ അറിയുന്ന, സൈക്യാട്രി അറിയുന്ന ചെറുപ്പക്കാരൻ. ഒന്ന് കഴിയിച്ച്, എല്ലാവരും ഒന്ന് കഴിയിച്ച്. ഇത്രയും വിടുകയുള്ള സംസ്ഥാനം ഇല്ലല്ലേ? മനഃശാസ്ത്രജ്ഞനാണോ? അല്ല, പക്ഷെ എന്തും ചെയ്യും. ഒരു സൈക്കോയ്ക്ക് വേണ്ടത് ചോദിച്ചതാണ്. താങ്കളാണ് ഇത്ര സമയത്തോടെ മനസ്സിലായില്ല. ഞാൻ ഈ പരിപാടിയുടെ സംവിധായകൻ. താങ്കൾക്ക് സംവിധായകനാണെങ്കിൽ എനിക്കൊരു സൈക്കോ ആവാം. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ കാര്യം ചെയ്യും. നമ്മുടെ പ്രഭാകരൻ സാറ് മാവേലി വേഷം കെട്ടിട്ട് ഒരു പെരുമാറുന്നത് അറിയില്ലേ, അദ്ദേഹത്തിന് നമ്മൾ പഴയ പ്രഭാകരൻ സാറാക്കി തരാൻ നിങ്ങൾക്ക് പറ്റുമോ? ഐഡിയ പറയൂ. തിരുവോണം മാവേലിക്കൊക്കെ നല്ല ഡിമാൻഡാണ്. തിരുവോണത്തിന് നല്ല ദിവസങ്ങളുണ്ട്. ദിവസം ഒരു 10,000 രൂപ വെച്ചിട്ടുണ്ടാകുക. ഇയാളിത് കാശാക്കിയോ? 50-50. ഞാനെതിരെ 50% ഐഡിയ എന്റേതാണല്ലോ, ആശയവും ആമാശയവും എന്റേതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 70-30 ആക്കിയാലോ? 70% എനിക്ക്. ഓക്കെ, ഡീൽ ഉറപ്പിച്ചു. സാറ് എന്നെ കൂടി മോശമാക്കുമല്ലോ. നമ്മുടെ പ്രഭാകരൻ സാറ് കുടുംബമൊക്കെ എഴുതിയാൽ ഇയാൾ എനിക്ക് കാശാക്കാൻ അല്ലേ? താങ്കൾ ഇയാളെ ശരിയാക്കാൻ നോക്കും. ഇത് കുറച്ച് കൂടിയ ഇനമാണെന്ന് തോന്നുന്നു. ഇരുത്തു. കുറച്ചുകൂടി തോന്നുന്നത് സഹായിച്ചേ. അതാ വെയിറ്റില്ല കേട്ടോ. താങ്കൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാന് മനുഷ്യ മനസ്സുകൾ കൊണ്ട് കയ്യിലിട്ട് അമ്മാനമായ ആളാണ്. അതൊക്കെ അറിയാം അല്ലേ? നിങ്ങളെ എല്ലാവരെയും ഞാനൊരു ട്രാൻസിലേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. കലാസ്നേഹികളെയും ഇതിനെ ഇഗ്നോർസ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും സഹായിക്കണേ. പൂർണ്ണ നിശബ്ദത. എന്റെ ആയുധം തോന്നുന്നു. ഈ കണ്ണിട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും മനസ്സ് വായിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു പഴയ പടത്തിനെ പോലെ നേരെ കാണാൻ. താങ്കളുടെ കൺകുമാറുടെ കനം കൂടിക്കൂടി വരുന്നു. താങ്കളുടെ ശരീരത്തിന്റെ ഭാരം കുറഞ്ഞു വരുന്നു. താങ്കൾ ഉറങ്ങാൻ പോവുകയാണ്. Deep sleep. Breathe in. Breathe out. Deep sleep. Deep sleep.
സാറേ മൂന്നാമത് എന്തെങ്കിലും പറയൂ സാറേ. സാറേ ഓ അത് പ്രഭാകരൻ സാറല്ലേ? അല്ല, മാവേലിയാണ്. മാവേലി തമ്പുരാൻ. അത് നമ്മൾ വേഷം കിട്ടിയതല്ലേ സാറേ? താങ്കൾ സെക്ഷൻ ചെയ്യില്ലേ പ്രഭാകരൻ സാറേ? അല്ല, ഞാൻ നിങ്ങളെ എല്ലാവരുടെയും മഹാബലി തമ്പുരാൻ. ഓണത്തിന് വീട്ടിലെത്തുന്ന അതേ മാവേലി. താങ്കൾ ഈ ശരീരത്തൊന്നും പോയിട്ടാണ്. സാധ്യമല്ല. താങ്കൾ ഈ ശരീരത്തിന് പോകാൻ എന്ത് ചെയ്യണം? താങ്കൾ തന്നെ തീരുമാനിക്കണം. താങ്കൾ ഈ ശരീരത്തിന് ഒരിക്കലും പോകില്ല. പോകാം. എന്ത് ചെയ്താൽ പോകും പറയൂ. ഈ പ്രഭാകരൻ മാഷ് കുടുംബമൊക്കെ എവിടെയാണ്? ഞാനാണ് ഇത് ഉത്തരം പറയേണ്ടത്. പറയൂ, എന്ത് ചെയ്താൽ താങ്കൾ ശരീരത്തിൽ നിന്ന് പോകും? ഒന്ന് പോയിട്ട് എന്റെ പ്രജകൾ അവർ ഏറ്റവും നല്ലവരായിരുന്നു. ഇന്ന് മതത്തിന്റെ, ജാതിയുടെ, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞു തമ്മിൽ തല്ലുന്നു. ഇത് കണ്ടുകൊണ്ട് എനിക്ക് ഇവിടെ വിട്ടു പോകാൻ പറ്റില്ല. ഇനി ഒരിക്കലും പോകില്ലേ? പോകാം. മലയാളികളെല്ലാം നന്നായി ഞാൻ പോകാം. ഈ ശരീരം വിട്ടു പോകാം. തമാശ പറയാതെ രാജാവേ. ശരിക്കാനുള്ള സമയം നമ്മളുടെ ടെൻഷൻ അനുസരിക്കുമ്പോഴാണ് എങ്ങനെയെങ്കിലും പോയി തരും. മാവേലി തമ്പുരാൻ എന്ത് ചെയ്താൽ താങ്കൾ ശരീരത്തിൽ നിന്ന് പോകും പറയൂ പ്ലീസ്. എന്ത് വേണമെങ്കിലും ചെയ്യാമോ? നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു നിബന്ധന. എന്താണ്? ജാതി, മതം, രാഷ്ട്രീയം ഇതിന്റെ പേരിൽ തമ്മിൽ തള്ളുന്ന എല്ലാവരും എന്റെ മുന്നിൽ ഒന്നിച്ച് പാടട്ടെ. അതിനുശേഷം അതിൽ ഞാൻ സന്തോഷത്തിനാണെങ്കിൽ തിരിച്ചു പോകാം. സമ്മതമാണോ? സന്തോഷമായില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ശ്രമിച്ചു നോക്കാം. എല്ലാവരും മാറി നമുക്ക് പ്രഭാകരൻ സാറെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഓക്കെ. നമ്മളെ ഉണ്ടായിരുന്ന ഡാൻസുകാരല്ലേ അവരൊക്കെ ഒന്ന് വരട്ടെ. നമ്മുടെ പ്രഭാകരൻ സാറ് പഴയ പ്രഭാകരൻ സാറായാലും അപ്പം മനഃശാസ്ത്രജ്ഞ സർവശാലായാലോ എന്താണ് അവരുടെ പേര്? പ്രഭാകരൻ സാറ് വീണ്ടും നമ്മുടെ പ്രഭാകരൻ സാറായി മാറിയിരിക്കുകയാണ്. പിന്നിട്ട കാലത്തിന്റെ ഓർമ്മകൾ പേറുന്ന ആഘോഷങ്ങൾ ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുണ്ട്. എന്നാൽ മാനവരെയെല്ലാം ഒന്നായി കാണുന്ന
ഒരു സോഷ്യലിസ്റ്റ് സംസ്കാരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ കേരള മണ്ണിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നമുക്ക് ചേരിതിരിഞ്ഞ് മത്സരിക്കാം, പക്ഷേ അതൊക്കെ കളിയുടെ നിയമങ്ങൾക്ക് ഉള്ളിലാകണം. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ ഇനിയും ഒരു അവതാരത്തിന് നമ്മൾ കാക്കേണ്ടതുണ്ട്. മതവരെല്ലാം ഒരുമയോടെ ജീവിച്ച ആ നല്ല കാലം ഒരിക്കൽ കൂടി നമുക്ക് ഈ മണ്ണിൽ പുനരുജ്ജീവിപ്പിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ.